ഇന്ന് രാവിലെ തന്നെ കുറച്ച് പൊതിച്ചോറൊക്കെ എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് നീലേശ്വരത്തേക്ക്. എൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് നീലേശ്വരത്തേക്ക് പോവാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് വരുമ്പോഴേ ചേട്ടൻ പറഞ്ഞാണ് പിള്ളേർക്ക് പോയിട്ട് ഇതുപോലെ പപ്സും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കണേന്ന്. പിള്ളേരത് മുറുക്കെ പിടിച്ചിട്ട് ഞങ്ങൾ ഡെയിലി കയറുന്ന ഒരു കുൾബാറിലങ്ങ് കയറി. അവിടെ നിന്ന് പിള്ളേർ ഓരോ ചിക്കു ഷേക്ക്, ഞാനൊരു മൂസമ്പി ജ്യൂസ്. എനിക്ക് രാവിലെ വീട്ടിൽ നിന്ന് നല്ല ഫുഡ് അടിച്ച് വന്നുകൊണ്ട് അധികം വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർ കഴിച്ചതിൻ്റെ ബാക്കിയും കൂടെ ഞാൻ അങ്ങ് കഴിക്കേണ്ടി വന്നു. ചേട്ടനില്ലപ്പോഴും ചേട്ടനാണ് കേട്ടോ ഞങ്ങളിങ്ങനെ കുത്തിക്കയറ്റി കഴിപ്പിക്കുന്നത്. ഇതിപ്പോൾ പൈസ കൊടുത്ത് കളയാൻ പറ്റില്ലല്ലോ. എന്തോ ഞാനൊരെണ്ണം വാങ്ങാത്ത ഭാഗ്യമായി. അങ്ങനെ വീടൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് തുറന്നിട്ടൊക്കെ കണ്ടു. ഒന്നും പറയണ്ട, വീട് ഇങ്ങനെ വിട്ട് വരുമ്പോഴും വല്ലാത്തൊരു വിഷമമാണ്. പിന്നെ ചേട്ടനെയും വല്ലാതെ ഒന്ന് മിസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ. ഒരാഴ്ചയാണെങ്കിലും ഈ ഒരു വീട്ടിൽ വരുമ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ലോകമാണല്ലോ. അങ്ങനെ എല്ലാം ഇവിടെ അലങ്കോലമായിട്ട് കിടക്കുന്നു. ഒന്നും വൃത്തിയാക്കാനൊന്നും നിന്നില്ല, കാരണം ഞാൻ ഇന്ന് തന്നെ പോകുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത വരവിൽ ഞങ്ങളെല്ലാവരും വന്നിട്ട് ഒന്ന് ക്ലീനിങ് ഒക്കെ ആക്കിയിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ ഇവിടെ വെള്ളമുണ്ട്, പക്ഷേ ഈ വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളായി ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് എന്തോ പിള്ളേർക്കൊക്കെ കൊടുക്കാനൊരു പേടി. പിന്നെ ഞാനങ്ങനെ ഒരു കുപ്പി വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ഒരു മിനറൽ വാട്ടർ എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് ഒരു പൊതിച്ചോറാണ് ഞാൻ രാവിലെ കെട്ടിയത്. അങ്ങനെ ഒരു പൊതിച്ചോറും പിന്നെ നല്ല അടിപൊളി പെടപെടക്കട മത്തിക്കറിയും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെള്ളരിക്ക പരിപ്പ് കറി. എൻ്റെ പണ്ട് ഞാനെന്ന് വെച്ചാൽ വെള്ളരിക്കയും പരിപ്പ് കറി ഉണ്ടെങ്കിൽ ഒരു 4-5 കൂട്ടമൊക്കെ ചോറ് കഴിക്കും. അന്നതുപോലെ നല്ല വണ്ണമായിരുന്നേ. ഇത് കഴിച്ചിട്ടായിരിക്കണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇത് കഴിച്ച് തീർത്തിട്ട് ഇനിയിപ്പോൾ അമ്മേനെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. നല്ല സ്വാദായിരുന്നു കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ 3 പേര് ആദ്യമായിട്ടാണ്. എന്നാലും പിള്ളേർക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഞങ്ങൾക്കും കൂടി കെട്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു പിന്നെ ഇത് മൊത്തത്തിൽ ഞാനല്ലേ അങ്ങ് കെട്ടിപ്പറക്കി വരേണ്ടത്, അതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കഴിച്ചു. ചോറൊക്കെ ഒത്തിരി ബാക്കിയായിരുന്നു. കുറേ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു കുഞ്ഞു തോടുണ്ടേ, അപ്പോൾ അതിലുള്ള മീനൊക്കെ കൊടുത്തു. എന്തോ ഒരു സന്തോഷം. ബാക്കി ഇങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ അമ്മേനൊക്കെ കണ്ട്. പിന്നെ അമ്മേൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അമ്മേനൊക്കെ കണ്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ വീണ്ടും വലിയൊരു പലൂതിയിലാണ് കേട്ടോ ഇപ്രാവശ്യം കയറിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പലൂതി കയറുന്നത്. അങ്ങനെ ഞങ്ങൾ മണിക്കുട്ടി ഓർഡർ ചെയ്തപ്പോൾ മണിക്കുട്ടി ഒരു അംബ്രല്ല എന്തോ സംഭവത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷെ അത് കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് തന്നെ അതങ്ങ് കഴിപ്പിച്ച് തീർത്തു. എനിക്കെന്തോ ഇതൊന്നും ഇഷ്ടമല്ലേ. അപ്പം ഞാൻ പിള്ളേരുടെ ഓരോ സൈഡിൽ നിന്ന് അങ്ങ് ടേസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനിയും ഇവിടെ കയറാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.